ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മോരുകറി ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 5 ചെറിയുള്ളി, ആവശ്യത്തിന് തേങ്ങ, കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്തോരം മോരുകറിയാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കും തൈര്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം. തൈര് ഒഴികെ ബാക്കിയുള്ള സാധനങ്ങൾ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ചെടുക്കാം. താളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കടുക്, 3 വറ്റൽമുളക് ചെറുതായി കീറിയത്, 2 തണ്ട് കറിവേപ്പില. ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുക് വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന മോര് ഒഴിച്ചു കൊടുക്കാം. ഇനി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണം ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കറി വേറെ ഉണ്ടാവില്ല. ആർക്കും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിത്തിൻ 5 മിനിറ്റ്സിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പർ കറിയാണ്. ഇതിൻ്റെ ഒപ്പം മീൻ വറുത്തതോ മുട്ട പൊരിച്ചതോ എന്തെങ്കിലും ഉപയോഗിച്ച് സൂപ്പറായിട്ട് നമുക്ക് ധാരാളം ചോറുണ്ടാവുന്നതേ ഉള്ളൂ. ഈ കറി തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മോര് കറിക്ക് തൈര് ചൂസ് ചെയ്യുമ്പോൾ അധികം പുളിയില്ലാത്തത് നോക്കി വേണം എടുക്കാൻ. എന്നാലേ കറി നല്ല രീതിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കറി റെഡിയായിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് കറി സെർവ് ചെയ്യാം. താങ്ക് യു.